ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് നികിത. യഥാർത്ഥ പേരൊന്നുമല്ല കേട്ടോ. യഥാർത്ഥ പേര് പറയാനേ പറ്റില്ല, അത്രയ്ക്കും രഹസ്യമാണ്. എൻ്റെ പ്രശ്നം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷത്തിൽ കൂടുതലായി. ഞങ്ങൾ 2 പേരും ചെറുപ്പക്കാരാണ്. എൻ്റെ ഭർത്താവിന് ഒരു നല്ല കമ്പനിയിലാണ് ജോലി. നാട്ടിൽ തന്നെ ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ രൂപ സാലറി ഉണ്ട്. നല്ല സെറ്റപ്പും അദ്ദേഹത്തിൻ്റെ സൗന്ദര്യവും ഒക്കെ കണ്ടിട്ടാണ് എൻ്റെ വീട്ടുകാർ വിവാഹം ആലോചിച്ചത്. ഞാനാണെങ്കിൽ PG കഴിഞ്ഞ് വെറുതെ നിൽക്കുകയായിരുന്നു. ജോലിക്കൊന്നും പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു. അപ്പോഴാണ് ഈ ആലോചന വന്നത്. എനിക്ക് പുള്ളിക്കാരനെ കണ്ടപ്പോഴേ ഒത്തിരി ഇഷ്ടമായി. നല്ല ദേഹബലവും സൗന്ദര്യമുള്ളൊരു പുരുഷൻ. എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ ഒത്തിരി ഇളക്കമായിരുന്നു. പക്ഷേ ഞാൻ ആരോടും പ്രകടിപ്പിച്ചില്ല. വീട്ടുകാർക്കാണെങ്കിൽ ഈ ആളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി ഇഷ്ടം. അങ്ങേരുടെ ജോലിയും മറ്റും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പറയണ്ട. തറവാടിത്തം, സ്വത്ത് എല്ലാം കൊണ്ടും ആദ്യം വന്ന ആലോചന തന്നെ അങ്ങ് ടോപ്പിലാണ്. പിന്നെ എങ്ങനെയാണ് കല്യാണം കഴിക്കാതിരിക്കുക? അങ്ങനെ അദ്ദേഹത്തിൻ്റെ സമ്മതവും എൻ്റെ സമ്മതവും എല്ലാവരുടെയും ആശീർവാദവും ഉണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾക്ക് സംസാരിക്കാൻ ഏകദേശം 1.5 മാസത്തോളം അവസരം കിട്ടിയിരുന്നു. എൻ്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ കല്യാണം എപ്പോഴും നടത്താൻ വേണ്ടിയിട്ട് പണ്ടേ കാശ് സ്വർണ്ണമൊക്കെ സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിനും തടസ്സമില്ലായിരുന്നു. എങ്കിലും 45 ദിവസം ചോദിച്ചത് വീട്ടുകാർക്ക് ഒരുങ്ങാനുള്ളൊരു സമയം മാത്രമായിരുന്നു. അങ്ങനെ വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമായിരുന്നു. അപ്പോഴൊക്കെ പുള്ളി എന്നോട് പറഞ്ഞു, നിന്നെ കണ്ടപ്പോഴേ എനിക്കൊത്തിരി ഇഷ്ടമായി. നീ എൻ്റെ ചക്കരക്കുട്ടിയാണ്, പൊന്നാണ്, പാലാണ്, തേനാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി വരാൻ പോകുന്ന മധുരതരമായ തേനൂറുന്ന നിമിഷങ്ങളോർത്ത് ഞാനും ഉള്ളിൽ ഒത്തിരി അങ്ങ് തുള്ളിച്ചാടി. ഇനി എനിക്കെന്നും പൂത്തിരിവാതിര മേളമെന്ന് ഞാൻ വിചാരിച്ചു. കല്യാണത്തിന് തലേദിവസവും വളരെ പ്രേമപൂർവ്വമാണ് എൻ്റെ ഭർത്താവ് സംസാരിച്ചത്. എങ്കിലും മറ്റ് വിഷയങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. ആ വിഷയങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞ് പറഞ്ഞാൽ മതിയല്ലോ. അതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും സൂട്ടബിൾ ആകില്ല എന്ന് എനിക്കും തോന്നി. എന്തായാലും പുള്ളി സ്നേഹമുള്ള നല്ലൊരു പുരുഷൻ തന്നെ എന്ന് വിചാരിച്ചാണ് മണിയറയിൽ കാലെടുത്ത് വെച്ചത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഇന്ന് മോളെ നല്ല ക്ഷീണം കാണുമല്ലോ, ഉറങ്ങൂ. ഇത് പിന്നെ എല്ലാവരും പറയുന്ന സ്ഥിരം വാചകമാണ്, അതിൽ പ്രശ്നമൊന്നുമില്ല. അന്ന് എല്ലാ മനുഷ്യരും ശരിക്കും ഉറങ്ങുന്നത് തന്നെയാണ് നല്ലത്. പക്ഷേ പിറ്റേ ദിവസം ഇരുന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. അദ്ദേഹത്തിന് ഈ ഒരു സ്നേഹപ്രകടനങ്ങളും പറച്ചിലും മാത്രമേ ഉള്ളൂ. യാതൊരു വിധത്തിലും എന്നോട് അടുക്കാൻ ശ്രമിക്കുന്നില്ല. അതുമാത്രമല്ല, ഏതെങ്കിലും ഡ്രസ്സോ ഷർട്ടോ ഒക്കെ മാറണമെങ്കിൽ ദൂരെ പോയി നിന്നാണ് മാറുന്നത്. ആദ്യമായതുകൊണ്ട് തുറന്നു ചോദിക്കാൻ എനിക്കൊരു മടി. 2-3 ആഴ്ച കഴിഞ്ഞിട്ടും ഒട്ടും മെച്ചമില്ല. പക്ഷേ സാധാരണ പെണ്ണുങ്ങളെ പോലെയല്ല ഞാൻ. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നല്ല ആക്റ്റീവാണ്. അപ്പോൾ എനിക്ക് വല്ലാത്ത സംശയമായതുകൊണ്ട് ഞാനൊരു ഗ്രൂപ്പിൽ അനോണിമസായി പോസ്റ്റ് ഇട്ടു. എൻ്റെ ഭർത്താവ് എന്നോട് സ്നേഹമായിട്ട് പെരുമാറുന്നില്ല. സുന്ദരനാണ്, കഴിവുണ്ട്, പണമുണ്ട്, എല്ലാം ഉണ്ട്. എന്നെ ചക്കരക്കുട്ടി, മോളെ പൊന്നെന്നൊക്കെ പുറത്തിറങ്ങുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും വിളിക്കാറുണ്ട്. പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നില്ലെന്ന്. അപ്പോൾ കുറേ കമൻറ്റുകളൊക്കെ ആൾക്കാർ കുറ്റപ്പെടുത്തി. നിങ്ങൾ ചിലപ്പോൾ നല്ല വൃത്തിക്ക് നടക്കാത്തതായിരിക്കാം കാരണമെന്നൊക്കെ. എനിക്കത് കേട്ടപ്പോൾ ദേഷ്യം വന്നു. ഞാനാണെങ്കിൽ അടിമുടി വൃത്തിയായി നടക്കുന്ന ഒരു സുന്ദരി തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എൻ്റെ ഭാഗത്തുനിന്ന് സംഭവിക്കില്ല. അതുമാത്രമല്ല, പുള്ളിക്ക് എന്നെ വലിയ കാര്യമാണ്. എല്ലാം എന്നെ ഏൽപ്പിച്ചു. സർട്ടിഫിക്കറ്റ്സുകളും അതേപോലെ ATM-ഉം ബാങ്കും എല്ലാം എൻ്റെ കയ്യിലാണ്. ഈ കാര്യത്തിൽ മാത്രം ഒരനക്കവുമില്ല. തുറന്ന് ഞാൻ ചോദിച്ചിട്ടും വെയിറ്റ് ചെയ്യേ എന്ന് മാത്രമാണ് പറഞ്ഞത്. സ്നേഹവചനങ്ങൾക്ക് യാതൊരു വിധത്തിലുമുള്ള ഒരു കുറവുമില്ല. പക്ഷേ അടുത്ത് പെരുമാറാൻ അത് ഒരിക്കലും സമ്മതിക്കില്ല. ചില സമയത്ത് ഒരു തലയണ എടുത്ത് നടുക്ക് വെക്കുകയും ചെയ്തു. ഇത്രയും വിചിത്രമായ കാര്യങ്ങൾ നടന്നുകൊണ്ടാണ് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ അതിന് മറുപടിയായി എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒത്തിരി പേര് പറഞ്ഞു, ആണുങ്ങൾക്ക് കുറച്ച് സമയം എടുക്കും, ചില ആൾക്കാർ അങ്ങനെയാണ്, ക്ഷമിക്കൂ എന്ന്. ചില ആൾക്കാർ പറഞ്ഞു, ഇങ്ങർക്ക് പെണ്ണുങ്ങളൊന്നും ഇഷ്ടമായിരിക്കില്ല, അവൻ്റെ ഇഷ്ടം വേറെ ടൈപ്പായിരിക്കും. അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ, ചിലപ്പോൾ ആൺ സുഹൃത്തുക്കളൊക്കെ കാണുമായിരിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരും കമൻ്റ് ഇട്ടു. അങ്ങനെയുള്ള കമൻറ്റുകളാണ് കൂടുതൽ വന്നത്. ഞാൻ ആ ഗ്രൂപ്പിൽ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും സമാനമായുള്ള ഒത്തിരി സംശയങ്ങൾ പലരും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല സ്ത്രീകൾക്കും ഇത്തരം അനുഭവങ്ങളുണ്ട്. ഞാൻ എല്ലാ കത്തുകളും വിശദമായിട്ട് വായിച്ചു. ഭർത്താവ് വരുമ്പോൾ ഭർത്താവിനെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. അന്ന് രാത്രി ഭർത്താവ് വന്നു കഴിഞ്ഞപ്പോഴേക്കും
ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ഇതേപോലെ നിങ്ങളുടെ ഈ വിഷയം ഞാൻ അനോണിമസ് ആയിട്ട് ഒരു സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടു. അപ്പോൾ അവിടുന്ന് ആൾക്കാർ തന്ന മറുപടി കണ്ടില്ലേ? സത്യം പറ, നിങ്ങൾ ആരാണ്? നിങ്ങളുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? എനിക്ക് ഉത്തരം കിട്ടിയേ തീരൂ. ഭർത്താവ് അത് കേട്ട് ഞെട്ടി. അത് പിന്നെ എനിക്ക് ജീവിതത്തിൽ ഇങ്ങനെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടെങ്കിൽ ഓക്കെ, അതിന് അടുത്ത് പെരുമാറി നോക്കണം ആദ്യം, എങ്കിൽ മാത്രമേ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാറി കിട്ടുകയുള്ളൂ. നേരെ ചെന്ന് വെള്ളത്തിലേക്ക് ചാടണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കരയ്ക്ക് നിന്ന് നദീമുഖത്തേക്ക് നോക്കാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പക്ഷേ അതിനും തയ്യാറല്ല. അപ്പോൾ ശരിക്കും എൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തു വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ട്. ഈ കമൻറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെയാണ് നിങ്ങൾ. സത്യം പറഞ്ഞു, നിങ്ങളുടെ പാർട്ട്ണർ ആരാണ്? നിങ്ങൾക്ക് വല്ല ആണുങ്ങളുമായിട്ടും കൂട്ടുകെട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഞാൻ ഷൗട്ട് ചെയ്തു. എടീ മിണ്ടല്ലേ, അമ്മ കേൾക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയല്ല, അച്ഛനും ഞങ്ങളുടെ വീട്ടിലുള്ളവരും എല്ലാവരും കേൾക്കട്ടെ. എന്നെ ഇനി ആർക്കും അടക്കാൻ പറ്റില്ല. ഞാനിവിടെ മുടി അഴിച്ചിട്ട് ആടും എന്നുള്ള രീതിയിൽ ഞാൻ രൗദ്രഭാവം പൂണ്ടു. അപ്പോഴേക്കും ഭർത്താവ് പേടിച്ചിട്ട് കമിഴ്ന്ന് കിടന്ന് കരയാൻ തുടങ്ങി. ദൈവമേ, ഏതോ ഒരു സിനിമയിൽ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്, വിചിത്രമായ രീതികളുള്ള ഒരു ഭർത്താവ്. അങ്ങനെ എത്ര വിളിച്ചിട്ടും ഒരു മറുപടിയും പറഞ്ഞില്ല മാഡം. അതോടുകൂടി എനിക്ക് മനസ്സിലായി, മാനസികമായ എന്തോ തകരാറാണ്, അല്ലാതെ ആൾക്കാർ കമൻ്റ് ഇട്ടതുപോലെ അല്ല. എന്തോ ഒരു ദുരൂഹതയുണ്ട് ഇങ്ങേർക്ക്. 2-3 ദിവസം പിന്നെ ഞാൻ ഒന്നും മിണ്ടിയില്ല. കല്യാണം കഴിഞ്ഞിട്ട് 1 മാസം ആകുന്നതേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇത്രയും പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. പിന്നീട് ഞാൻ ഒരു ദിവസം പിന്നെയും ചോദിച്ചു, പറയൂ, എന്താണ് യഥാർത്ഥത്തിലുള്ള കാര്യം? എനിക്ക് കിട്ടണം. നിങ്ങളുടെ അഭിനയമോ കമിഴ്ന്ന് കിടന്നുള്ള കരച്ചിലൊന്നും എനിക്ക് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത്, എനിക്ക് പണ്ടേ ഇത്തരം കാര്യങ്ങൾ വലിയ ഭയമാണ്, അതുമാത്രമല്ല കാണുന്നത് ഇഷ്ടമാണ്, പക്ഷേ യഥാർത്ഥ പ്രവൃത്തിയിലേക്ക് പോകാൻ എനിക്ക് പേടിയാണെന്ന്. ഞാനിപ്പോൾ ചോദിച്ചു, അതിന് കാരണം എന്താ? പേടിപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യമാണോ അത്? കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല രസമാണെങ്കിൽ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരുമ്പോഴും നല്ല രസമല്ലേ? നിങ്ങൾ എന്തുകൊണ്ടാണ് എന്നെ പേടിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അന്നൊന്നും തുറന്ന് പറഞ്ഞില്ല. ഞാൻ പറയാം, എനിക്ക് കുറച്ച് സമയം കൂടി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാത്തിരുന്നു. ഒരു 4-ാമത്തെ മാസത്തിലാണ് പുള്ളി എന്നോടൊരു ദിവസം രാത്രിയിൽ പറഞ്ഞത്. അതും ഏതോ പാർട്ടി കഴിഞ്ഞ് വന്ന് 2 പേർക്ക് കുടിച്ചിട്ട് വന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത്. പണ്ട് അവിടെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരിയുടെ മോളും പുള്ളിക്കാരനും സെയിം പ്രായമായിരുന്നു. അവർ 2 പേരും കളിക്കൂട്ടുകാരെ പോലെയായിരുന്നു. ഒരു 10ാം ക്ലാസ് ആയപ്പോഴേക്കും മനുഷ്യന് പ്രേമമൊക്കെ തോന്നി തുടങ്ങുന്ന പ്രായമല്ലേ. എൻ്റെ ഭർത്താവിന് ആ പെൺകുട്ടിയെ ഒത്തിരി ഇഷ്ടമായി. അവൾക്കാണെങ്കിൽ പണ്ടേ എൻ്റെ ഭർത്താവിന് ഇഷ്ടമാണ്. അപ്പോൾ അവർ 2 പേരും കൂടി ഒരു പ്രേമം എന്ന് പറഞ്ഞുള്ള ട്രാക്ക് അവിടെ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷേ ഭർത്താവിന് പേടിയുള്ളത് കൊണ്ട് അധികം ലിമിറ്റുകളൊന്നും കടന്നുള്ള ബന്ധമായിരുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് ആ ജോലിക്കാരി അത് കണ്ടുപിടിച്ചു. അതിന് കാരണം ഇവർ 2 പേരും കുറച്ച് അടുത്തിടപഴകാൻ നോക്കുന്നത് അവർ കണ്ടു. ആ സമയത്ത് ഭർത്താവിനും ഇത്തിരി കുത്സിതമൊക്കെ മനസ്സിൽ വന്ന സമയമായിരിക്കാം. എന്തായാലും ഇത് കണ്ട ജോലിക്കാരി പുള്ളിയെ ഒത്തിരി ഉപദേശിച്ചു. മോനെ, നീ വലിയ വീട്ടിലെ കുട്ടിയാണ്, ഒരിക്കലും ഞങ്ങളെപ്പോലുള്ളവരെ നീ പ്രേമിക്കരുത്, അതാണിതാണെന്നൊക്കെ പറഞ്ഞ് ആദ്യം ഒരു സാരോപദേശം നടത്തി പ്രേമത്തിൽ നിന്ന് പിന്തിരിക്കാൻ തുടങ്ങി. പക്ഷേ ആ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് അവളെ ഒത്തിരി ഇഷ്ടമാണ്, കല്യാണം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന്. അപ്പോഴേക്കും അവസാനം അവർ പറഞ്ഞു, ശരി, നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴേക്കും എൻ്റെ മോളെ കല്യാണം കഴിച്ചു തരാം. ഇപ്പോൾ ആരോടും പറയരുത്. അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഈ വീട്ടിലേക്ക് വരാൻ പറ്റില്ല, നിനക്കവളെ കാണാനും പറ്റില്ല, എല്ലാം രഹസ്യമായിരിക്കണം. ഈ വീട്ടിൽ വെച്ച് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. എൻ്റെ മോളെ കാണണമെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി, അവളിനി ഈ വീട്ടിലേക്ക് വരില്ല എന്ന് അവർ തീരുമാനിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ പോയി എൻ്റെ ഭർത്താവ് അവളെ കണ്ടു. അതെല്ലാം രഹസ്യമായിരുന്നുവെന്നും അതിർത്തികൾ ഒന്നും ലംഘിച്ചില്ലെന്നുമാണ് ഹസ്ബൻഡ് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ ശേഷം അവിടുത്തെ ജോലിക്കാരുടെ ഭാവം അങ്ങ് മാറി. എൻ്റെ ഭർത്താവിനോട് അടുത്ത് പെരുമാറാൻ തുടങ്ങി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ച് തരണമെന്നുണ്ടെങ്കിൽ നീ യഥാർത്ഥത്തിൽ അവളെ പോറ്റാൻ മാത്രം എടുക്കനാണോന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു, അതൊക്കെ വഴി നിനക്ക് ഞാൻ മനസ്സിലാക്കി തരാം. എനിക്ക് എൻ്റെ മോളുടെ ഭർത്താവ് നല്ലൊരാണായിരിക്കണം നിർബന്ധമുണ്ട്. അങ്ങനെയല്ലാത്തവരെ ഒരിക്കലും ഞാൻ എൻ്റെ മോളുടെ ഭർത്താവായി തിരഞ്ഞെടുക്കില്ല.
എൻ്റെ മോളുടെ അച്ഛൻ തന്നെ എനിക്ക് പറ്റിയ ഒരബദ്ധമായിരുന്നു. സൗന്ദര്യം കണ്ട് ഞാൻ അദ്ദേഹത്തെ ഒന്ന് പ്രേമിച്ചതാണ്. പക്ഷേ അതുകൊണ്ട് എന്താ ഗുണം? സ്ത്രീക്ക് ഗുണമില്ലാത്തൊരു മനുഷ്യനായിരുന്നു. ഒരു കുട്ടി ഉണ്ടായി എന്ന് മാത്രം എന്ന് പറഞ്ഞ് അവർ മൂക്കു പിഴിഞ്ഞു. ആ സെൻറ്റിമെൻറ്റ്സിൽ വീഴ്ത്തിയിട്ട് എൻ്റെ ഭർത്താവിനോട് അവർ പറഞ്ഞത്, ഇനിയിപ്പോൾ നമുക്ക് രണ്ടുപേർക്കും കൂടെ ഉള്ള ചില പരീക്ഷണങ്ങളുണ്ട്. അതിൽ നീ വിജയിക്കുകയാണെങ്കിൽ മാത്രം നിന്റെ കല്യാണം ഞാൻ നടത്തി തരുമെന്ന്. ആ പ്രായത്തിൽ എൻ്റെ ഭർത്താവ് അതെല്ലാം വിശ്വസിച്ചു. കുറ്റം പറയാൻ പറ്റില്ലല്ലോ, പ്രായം അതല്ലേ. ഭർത്താവിൻ്റെ വീട്ടിൽ അന്ന് അമ്മായിമ്മയും അമ്മായിപ്പനും ഒക്കെ ജോലിയുള്ളവരാണ്. അവർ ഇവിടെ എങ്ങും കാണില്ല. പിന്നെയുള്ളൊരു ചേട്ടനാണ്. പുള്ളി പണ്ട് തൊട്ടേ ഊട്ടിയിലോ മറ്റോ ആണ് വളർന്നത്. ഇവിടെ എങ്ങും പഠിച്ചിട്ടേ ഇല്ല. എല്ലാം ബോർഡിംഗ് സ്കൂളിലായിരുന്നു. ഭയങ്കര ബ്രില്യൻ്റ് ആണത്രേ. അപ്പോൾ ആരുമില്ലാത്ത വീട് അവർക്ക് രണ്ടുപേർക്കും പല പരീക്ഷണങ്ങൾക്കുമുള്ള പരീക്ഷണശാലയായിട്ട് മാറി. ഇവരാണെങ്കിൽ കൂടുതൽ എൻ്റെ ഭർത്താവിനോട് അടുത്ത് പെരുമാറിയിട്ട്, നീ ഇന്ന് ഇങ്ങനെയാവണം, ഇന്ന് ഈ പരീക്ഷണമായിരിക്കണം, ഇന്ന് നീ ഇത്ര നേരത്തോളം നിൽക്കണം, അതുമാത്രമല്ല പുതിയ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കും, അതെല്ലാം നീ പഠിക്കണം, സമയവും അളവുകോലുകളും ഒക്കെ ഞാൻ നോക്കും. അത് കഴിഞ്ഞ് എൻ്റെ ടെസ്റ്റിൽ എല്ലാം നീ പാസ്സായി കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളമുള്ള എൻ്റെ പരീക്ഷണശാല നിറഞ്ഞു കവിയുന്ന പരീക്ഷണങ്ങൾക്കപ്പുറം മാത്രമേ നിനക്ക് ഞാൻ ക്വാളിറ്റി പാസ്ഡ് എന്നുള്ള സർട്ടിഫിക്കറ്റ് തരൂ എന്നുള്ള രീതിയിലായിരുന്നു അവരുടെ വർത്തമാനങ്ങൾ. ഇതെല്ലാം കേട്ട് ഭർത്താവ് ഒരു തഞ്ചാവൂർ ബൊമ്മയെ പോലെ തലയാട്ടി എല്ലാം അങ്ങ് സമ്മതിക്കുകയും ചെയ്തു. ഇവരാണെങ്കിൽ പുള്ളിക്ക് ഒരു റെസ്റ്റും കൊടുത്തില്ല. ചുരുക്കം പറഞ്ഞാൽ ഈ അവരമല്ലേ, റെസ്റ്റ് കൊടുക്കാത്തൊന്നും പുള്ളിക്കാരൻ്റെ പ്രശ്നമായിരുന്നില്ല. രണ്ടുപേരും കൂടെ അടുക്കളയിൽ നന്നായി കഞ്ഞി തിളപ്പിച്ച് തുള്ളിത്തുളുമ്പി രസിച്ചു പോന്നു. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് പുള്ളി PGക്ക് പഠിക്കുന്ന സമയത്താണ് പുള്ളിയുടെ അമ്മ തന്നെ കണ്ടുപിടിക്കുന്നത്. അന്ന് അവരെ ഇവിടുന്ന് ആട്ടിപ്പായിച്ചു. ഒരു വിദേശ രാജ്യത്തേക്ക് 2 വർഷത്തേക്ക് എൻ്റെ ഭർത്താവിന് വീട്ടുകാർ മാറ്റി നിർത്തുകയും ചെയ്തു. അതുമാത്രമല്ല, തിരിച്ചു വന്ന ഭർത്താവ് അവരെ അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ ജോലിക്കാരി മരിച്ചു പോയിരുന്നു. ഇങ്ങേർ പോയി 2 വർഷത്തിനുള്ളിൽ പുള്ളിക്കാരി മരിച്ചു. ആ പെൺകുട്ടിയെ വേറെ ആരോ കല്യാണം കഴിക്കുകയും ചെയ്തു. അവസാനം ഭർത്താവ് ഒത്തിരി കഷ്ടപ്പെട്ട് ആ പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. പക്ഷേ ഇവർ തമ്മിൽ പ്രേമമാണെങ്കിലും ഒരിക്കൽ പോലും അവർക്കൊന്നിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിരുന്നില്ല. അവളെ മാറ്റി നിർത്തിയിട്ട് അമ്മ ഇവിടെ കളം നിറഞ്ഞ് ആടുകയായിരുന്നു. എങ്ങനെയാണ് ചേച്ചി ഇത്ര പെട്ടെന്ന് മരിച്ചു പോയതെന്ന് അവളോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, അത് എനിക്കറിയില്ല, പെട്ടെന്ന് അസുഖം വന്ന് മരിച്ചു പോവുകയായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ല, പനി പോലെ എന്തോ വന്ന് പെട്ടെന്ന് മരിക്കുകയായിരുന്നു. എനിക്ക് ആ നാട്ടിൽ പിന്നെ നിൽക്കാൻ പറ്റിയില്ല. കാര്യം മറ്റു പലരും എന്നോട് പറഞ്ഞത് നിൻ്റെ അമ്മയ്ക്ക് വേറെന്തോ അസുഖമായിരുന്നു. ഇത്രയധികം ആൾക്കാരുമായിട്ട് സംസർഗമുള്ളത് മൂലം വന്ന അസുഖത്തിൻ്റെ പേരും അവർ എന്നോട് പറഞ്ഞു. ഞാനത് കേട്ട് ഞെട്ടിത്തെരിച്ചു. അതുകൊണ്ടായിരിക്കുമോ അമ്മ മരിച്ചത്? ഇനിയിപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം എന്നെയും വേറെ കണ്ണോടുകൂടി കാണുകയുള്ളൂ. ആ രോഗം എനിക്കുമുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു തുടങ്ങും. അതുമാത്രമല്ല, പറയുന്ന രീതിയിലേക്കും വന്നു. അങ്ങനെയാണ് എൻ്റെ മാമനെ വിളിച്ചു വരുത്തി ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടത്. ഇവിടെ വന്ന് ഇപ്പോൾ എൻ്റെ ഹിസ്റ്ററി ഒന്നും അറിയാത്ത ഒരാളാണ് എന്നെ കല്യാണം കഴിച്ചത്. അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് അവൾ കാര്യങ്ങൾ പറഞ്ഞ് വെച്ചൊഴിഞ്ഞു. പക്ഷേ എൻ്റെ ഭർത്താവിന് അത് കേട്ട് വളരെ ഷോക്കായിരുന്നു. ആ സ്ത്രീക്ക് വന്ന അസുഖം തനിക്കും കിട്ടിക്കാണില്ലേ എന്നുള്ള പേടിയായിരുന്നു പുള്ളിയുടെ മനസ്സ് നിറയെ. അത് വെച്ചുകൊണ്ട് അദ്ദേഹം ജീവിച്ചു. പിന്നെ പല സ്ഥലത്തും പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി, ഒന്നുമില്ല. പക്ഷേ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നിട്ടും കൂടി പുള്ളി പേടിച്ചു. ഇല്ല, വർഷങ്ങൾ കഴിഞ്ഞാൽ ഇത് വരുമോ എന്നുള്ളൊരു ചിന്തയാണ്. 3 മാസവും 6 മാസവും 1 വർഷമൊക്കെ കഴിഞ്ഞ് ടെസ്റ്റ് എടുത്തിട്ടും പുള്ളിക്ക് പേടി വിട്ടുമാറിയില്ല. ഇനി ഒരു കുഴപ്പമില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും പുള്ളിയുടെ എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങൾ അതോടുകൂടി നിലച്ചു. പിന്നീട് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു ഉയർത്തെഴുന്നേൽപ്പ് അദ്ദേഹത്തിനില്ല. അന്നോടുകൂടി എല്ലാ കാര്യങ്ങളും ചലനം നിലച്ചുപോയി. പക്ഷേ മനസ്സിൽ പ്രണയമുണ്ട്, ആഗ്രഹമുണ്ട്. എന്നാൽ മനസ്സ് തളർന്നു പോവുകയാണ്. ഇനി ഉയർത്തെഴുന്നേൽക്കില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞാനും ആദ്യം ഒന്ന് ഞെട്ടി. പിന്നെയും ഞാൻ ഓർത്തു, മനുഷ്യനല്ലേ, എന്ത് വേണമെങ്കിലും സംഭവിക്കാവുന്ന കാര്യമാണ്. എല്ലാവർക്കും തെറ്റുകൾ സംഭവിക്കും. ഭർത്താവിനെ ഈ അവസ്ഥയിൽ ഞാൻ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ഇനി ഡോക്ടറൊക്കെ നമുക്ക് കാണിച്ച് ഇത് കൗൺസിലിംഗ് കൊണ്ടൊക്കെ നേരെയാക്കാം. ബാക്കി മെഡിക്കൽ ടെസ്റ്റുകളൊക്കെ ഞാൻ ചെയ്തോളാം, എനിക്കതിനെക്കുറിച്ചൊക്കെ അറിയാം, എല്ലാം ഞാൻ വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ വാങ്ങിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഭർത്താവിനെ സമാധാനപ്പെടുത്തി. പിന്നീട് മാഡം
കുറ്റം പറയരുതല്ലോ. ഞാൻ പലരോടും ചോദിച്ച് പല ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. ടെസ്റ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷേ ഒരു ഗുണവുമില്ല. 3-4 ഡോക്ടർമാരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അവരെ പേടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് മരുന്നൊക്കെ കൊടുത്തു. പിന്നെ മാഡം എപ്പോഴും പറയാറില്ലേ കൗൺസിലിങ്ങും മരുന്നും സൈക്കോതെറാപ്പിയൊക്കെ കൊടുക്കണമെന്ന്. അതും മാഡം ഞാൻ ഡോക്ടറെ കണ്ട് ചെയ്യിപ്പിച്ചു. പക്ഷേ അതുകൊണ്ടൊന്നും പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ മെച്ചമുണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ വലിയൊരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർ ബാക്കിയുള്ള പരിശോധനകൾ കൂടി നടത്താം എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലായത്. എന്തോ ഒരു ക്ഷതമൊക്കെ അദ്ദേഹത്തിന് ഏറ്റിട്ടുണ്ട്. അപ്പോഴാണ് ഭർത്താവ് പറഞ്ഞത്. ഇതൊക്കെ അറിഞ്ഞ സമയത്ത് എന്തോ പുള്ളി സ്വയം ഇനി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ള രീതിയിൽ ബൈക്ക് ഓടിച്ച് എങ്ങാണ്ട് കയറ്റി ഒരു ആക്സിഡൻ്റ് ആക്കി. അപ്പോൾ അതിൽ നിന്ന് അവിടെയും ഇവിടെയും ഒക്കെ ക്ഷതങ്ങൾ വന്നു. ആ ക്ഷതങ്ങൾ ഉണ്ടായിരുന്നു. അതേക്കുറിച്ച് പുള്ളി എന്നോട് പറഞ്ഞില്ല. പിന്നീട് ഞങ്ങൾ പല ഡോക്ടറെയും കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും പെർമനൻ്റായിട്ട് കുറേ ക്ഷതങ്ങൾ വന്നതുകൊണ്ട് ഇനി ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. പിന്നെ എന്തൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് ഹസ്ബൻഡ് സമ്മതിക്കുന്നതുമില്ല. ഇനി എങ്ങനെ മുന്നോട്ട് പോകും? എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് ചോദിച്ചു, ആഹാ മോളെ, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? 2 പേരും 10 വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നാണോ എന്ന് ചോദിച്ച് അവർ കുറ്റപ്പെടുന്ന പോലെ തന്നെ സംസാരിച്ചു. എന്തായാലും മോൻ്റെ വിക്രകളെ പറ്റി അത്യാവശ്യം അറിയാവുന്ന അമ്മയല്ലേ, അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിതൊക്കെ അറിയുകയില്ലേ? മകന് സംഭവിച്ച കാര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് തോണി തുഴഞ്ഞ് അക്കരെ എത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് ഞാൻ തുറന്നു പറഞ്ഞു. അമ്മയ്ക്ക് പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയാവുള്ളൂ ആദ്യമൊക്കെ സംഭവിച്ചത്. അത് കഴിഞ്ഞ് മകൻ്റെ മനസ്സും മകൻ്റെ ചെയ്തികളും ഇത്രയും മാറിപ്പോയെന്നൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടേയില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മായിമ്മയോട് പറഞ്ഞു. അമ്മായിച്ചൻ മരിച്ചു കഴിഞ്ഞ ശേഷം അമ്മയും മകനും കൂടി അധിക സംസാരമൊന്നുമില്ല. അതാണ് എല്ലാറ്റിനും കാരണമായത്. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിയമ്മ നെഞ്ചത്ത് കൈവച്ചു. തേമേ, എൻ്റെ പൊന്നുമോൻ എത്ര സുന്ദരനാണ്. അവന് ഒരു ഗുണവും ഇല്ലാതായി പോയില്ലേ മോളെ. നിൻ്റെ ജീവിതം എങ്ങനെയായല്ലോ. ശരി മോളെ, അങ്ങനെയെങ്കിൽ നീ വിവാഹമോചനം വാങ്ങിച്ചു പോയിക്കോ. ഇതിൻ്റെ യഥാർത്ഥ വിവരങ്ങൾ ആരും അറിയണ്ട എന്ന് പറഞ്ഞു. ഭർത്താവിനോട് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് പറഞ്ഞു, എടി നീ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാകും. എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എൻ്റെ മനസ്സിൽ നിന്നോട് നല്ല പ്രണയമുണ്ട്. നീ വിചാരിക്കുന്ന പോലെ എനിക്ക് മറ്റാരോടും ഒരു താല്പര്യവുമില്ല. ഞാൻ എപ്പോഴും നിന്നെ ചുറ്റിപ്പറ്റി നടക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് വേണ്ട വിവാഹമോചനം എന്ന് പറഞ്ഞ് ഭർത്താവ് വല്ലാതെ കരയുകയും മറ്റും ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയില്ല. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നോട് പറയും വിവാഹമോചനം ചെയ്യാൻ. ഇനി എന്താ വഴി എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഒരു ദിവസം അമ്മായിമ്മ എന്നോട് പറഞ്ഞു, എടി എൻ്റെ മോനെ സ്നേഹിച്ച് നിൽക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല. ഇനിയിപ്പോൾ നീ അവൻ പറയുന്നത് കേട്ട് കൂടെ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കോണം. അവനോട് തുറന്നു പറഞ്ഞേക്കണം. നിങ്ങൾ 2 പേരും കൂടെ തുറന്നു പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. കുട്ടി ഉണ്ടാകാനും ഒരു പ്രശ്നവുമില്ല. നിനക്ക് ഇതിലും നല്ല ഒരാളെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ പറ്റിയ പോരെ. അല്ലാതെന്താ, അവന് ഭർത്താവായിരുന്നോട്ടെ. നീയും ഇനി ജോലിക്ക് പോകും, ഇവിടെ നിൽക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിൻ്റെ കാര്യങ്ങളും ഒരു വശത്തോട് നടക്കും. അവൻ ഇവിടെ ഭർത്താവായി നിൽക്കും. അവന് നിന്നെ കാണാൻ പറ്റും. നിനക്കും നിന്റെ ഭർത്താവ് എന്നും കൂടെ കാണും. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയെങ്കിലും സ്വന്തം മകനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് തോന്നി. ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞു, ഞാൻ ചിന്തിക്കാത്തതാണ് അമ്മ ചിന്തിച്ചത്. എന്തായാലും ഇനി കൂടുതൽ ട്രീറ്റ്മെൻ്റ് ഒന്നും നമുക്ക് പോകേണ്ട കാര്യമില്ല. നിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നടന്നു പോയാൽ പോരെ. ഞാൻ പറഞ്ഞു, എനിക്ക് ജോലിക്ക് പോയിട്ട് പുതിയൊരാളെ കണ്ടുപിടിക്കുക, അങ്ങനെയുമായി പ്രേമിച്ച് നടക്കുക, ഇതൊന്നും പറ്റില്ല. ഒന്ന് വിവാഹമോചനം ചെയ്ത് വേറെ കല്യാണം കഴിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലാതെ എനിക്കിപ്പോൾ പർപ്പസ്ഫുള്ളി പോയി ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് പറഞ്ഞു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഒരു സാമൂഹ്യ മാധ്യമത്തിൽ ഇഷ്ടംപോലെ വീഡിയോ കാണുന്നുണ്ട്. നിനക്കറിയാമോ, ഒത്തിരി ആണുങ്ങൾ, നല്ല മോഡൽസ് ആയിട്ടുള്ള ആണുങ്ങൾ തന്നെ അതിൽ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നീ ഒന്ന് കണ്ടു നോക്കൂ. ഇൻബോക്സിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അവർ തന്നെ നമ്മളെ ക്ഷണിക്കും. നമ്മൾ പോയാൽ മതി. നിനക്ക് ഇഷ്ടമുള്ളിടത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകില്ലേ മോളെ. ടൂർ പോലെ നമ്മളങ്ങ് പോകുന്നു. എന്തിനാ മോളെ ഒരാളെ പ്രേമിക്കുന്നത്? പ്രേമിക്കാൻ ഞാനില്ലേ നിനക്ക്? ഇതാകുമ്പോൾ നിനക്ക് ഏറ്റവും സൗന്ദര്യമുള്ള ഒത്തിരി ആൾക്കാരെ ഫ്രണ്ട്സ് ആക്കാനുള്ള ഒരു സൗകര്യം കിട്ടും. ഓരോ ദിവസവും ഓരോ ജില്ലകളിൽ നീ ഓരോ കായികനികൾ കാണുന്നതൊന്ന് ആലോചിച്ച് നോക്കൂ.
ആദ്യം എനിക്ക് പറഞ്ഞത് അധികം പിടികിട്ടിയില്ലെങ്കിലും പിന്നീട് അതിലെ പ്രൊഫൈൽസൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ദൈവമേ എത്ര മോഡൽസാണ്, മുഖം കാണിച്ചുണ്ട്, മുഖം കാണിക്കാതെയുണ്ട്, എല്ലാം എല്ലാം തെളിവായിട്ട് അവർ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്, നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻബോക്സിൽ കൂടെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശസ്തരായവർ പോലും നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുമെന്ന് എനിക്ക് മനസ്സിലായി. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇത്രയും നാളും കാത്തിരുന്ന് ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത് ഒരു ലോട്ടറി ആയിരിക്കും. ഞാനിപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ച് വേറെ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തൊരുത്തിനെ കൂടി സഹിക്കേണ്ടി വരും. അപ്പോൾ ഈ വഴി തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി മാഡം. അങ്ങനെയാണ് കല്യാണം കഴിഞ്ഞ് 1.25 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും കൂടെ തിരച്ചിൽ തുടങ്ങിയത്. എൻ്റെ ഭർത്താവ് തന്നെയാണ് വീഡിയോസ് എല്ലാം കാണിച്ചു തരുന്നത്. അപ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും, ഇതാണ് ഞാൻ മോഹിച്ച് പൊന്മത്സ്യമെന്ന്. അങ്ങനെ ഞാൻ തിരഞ്ഞെടുത്ത ഒരാളെ എൻ്റെ ഹസ്ബൻഡ് കോണ്ടാക്ട് ചെയ്തു. ഞാൻ ചെന്ന് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാനായില്ല. ഒരു സെലിബ്രിറ്റി തന്നെയാണ്, അല്ലെന്ന് പറയാൻ പറ്റില്ല. അത്രത്തോളം ഫേമസ് ആയുള്ള ഒരു സുന്ദരൻ പയ്യനെന്ന് വേണമെങ്കിൽ പോലും വിളിക്കാം. അത്രയ്ക്കും ചെറുപ്പം. ഞാൻ വിവാഹിതയാണ് എന്ന് അവനറിയാം. പക്ഷേ എനിക്ക് യാതൊരു വിധത്തിലുമുള്ള അനുഭവ സമ്പത്തില്ലെന്ന് അവനറിയില്ലല്ലോ. അതൊന്നും പറയണ്ടെന്ന് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പെരുമാറിയത്. പക്ഷേ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. അറിയാൻ കൊതിയായിരുന്നു. അറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എൻ്റെ പള്ളിയറയിൽ ധാരാളം പുള്ളിമാൻ വരും, കൊമ്പ് കുലുക്കി മതിച്ചു തുള്ളും. അതൊക്കെ എനിക്കൊരു ആസ്വാദനം തന്നെ. അങ്ങനെ ആ സെലിബ്രിറ്റിയിൽ തുടങ്ങിയതാണ് ഞങ്ങളുടെ ജീവിതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സ്ഥലത്ത്, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി, അങ്ങനെ കേരളത്തിൻ്റെയും അന്യ സംസ്ഥാനത്തിൻ്റെയും പല കോണിക്കും പ്രശസ്തരായവരെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ട്. അതെല്ലാം എനിക്ക് നല്ല അനുഭവങ്ങളാണ്. എൻ്റെ ഭർത്താവ് കട്ട സപ്പോർട്ടുമായി കൂടെ നിന്നു. അതിൽ ആരിൽ നിന്നും എനിക്കൊരു ഫലമുണ്ടായാലും എനിക്ക് സന്തോഷം തന്നെ. കാര്യം അത്രയ്ക്ക് സൗന്ദര്യമുള്ള ആൾക്കാരല്ലേ. 100 കണക്കിന് ആൾക്കാർ, 1000 ആൾക്കാർ, ലക്ഷക്കണക്കിന് ആൾക്കാർ മോഹിക്കുന്ന ഒരാൾ. അപ്പോൾ പിന്നെ എനിക്കെന്താ പ്രശ്നം? പക്ഷേ 1.5 വർഷത്തിന് ശേഷമാണ് പ്രതീക്ഷിച്ച റിസൾട്ട് കിട്ടിയത്. എവിടെ നിന്ന് കിട്ടിയ റിസൾട്ടാണെന്ന് അറിയില്ല. പക്ഷേ എന്തായാലും നല്ല ഗ്ലാമറുള്ള ഒരാൾ തന്നെയായിരിക്കും അതിന് കാരണക്കാരെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഹസ്ബൻഡിനും ഒരു പ്രശ്നവുമില്ല. ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പോഴാണ് എൻ്റെ റെസ്റ്റിംഗ് പീരീഡ്. ഇനിയിപ്പോൾ 5-6 മാസത്തേക്ക് എനിക്ക് പൂർണ്ണ റെസ്റ്റാണ്. പിന്നെ മാഡം, പലപ്പോഴും ഇല്ലേ എല്ലാവരും പറയും, ഇപ്പം ഭാര്യയോട് അടുത്ത് പെരുമാറാത്തവരൊക്കെ വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആൾക്കാരായിരിക്കുമെന്ന്. അങ്ങനെയൊന്നും ആണെന്നില്ല മാഡം. അതിന് പിറകിൽ ഒത്തിരി കാരണങ്ങൾ കാണും. ഞാനിപ്പോൾ സന്തോഷവതിയാണ്, ഒരു പ്രശ്നവുമില്ല. ഇതൊക്കെയൊന്ന് അറിയിപ്പിക്കാൻ വേണ്ടി എഴുതിയാണ്. അതുകൊണ്ടാണ് പേരും ഊരും കാര്യങ്ങളും ഒന്നും എനിക്ക് പറയാൻ കഴിയാതിരുന്നത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ വേണമെങ്കിൽ ഈ സംഭവം യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ കൂടി അങ്ങ് തുറന്ന് പറഞ്ഞേനി. ഒരിക്കലും നമ്മൾ വായിക്കുന്ന കത്തിൽ ആരുടെയും യഥാർത്ഥ പേരോ സ്ഥലമോ ഒന്നും പറയില്ല. മൊത്തം സാങ്കല്പികമാണ്. നിങ്ങളിപ്പോൾ യഥാർത്ഥ വിവരങ്ങൾ മുഴുവനും എഴുതി വിട്ടെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അതിൻ്റെ ഒരു കാര്യങ്ങളും ഒരു ഹിൻറ്റും കൊടുക്കുന്ന രീതിയിൽ കഥ വായിക്കില്ല. കഥയായിട്ട് തന്നെ പോകുമെന്നുള്ളതല്ലാതെ അതിൽ ഒരിക്കൽ പോലും യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും പേരുകളോ വ്യക്തികളെ തിരിച്ചറിയുന്ന രീതിയോ ഞാൻ പറയാറില്ല. അത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എന്ന് വെച്ചിട്ട് ഈ കഥ മഹത്തരമായൊരു കഥയാണെന്നോ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ നിങ്ങളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അത്രയേ ഉള്ളൂ. ഇത് മറ്റുള്ളവർക്ക് വേണ്ടി കേൾക്കാനുള്ളൊരു കഥയാണല്ലോ. അത് ഇതാരും അനുവർത്തിക്കാനുള്ള ഒരു കഥയൊന്നുമല്ല. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രോഗങ്ങളെയൊക്കെ ഇത്രയും പേടിയുള്ള ഭർത്താവ്, എന്നിട്ട് അങ്ങനെ ആയിപ്പോയ ഭർത്താവ് നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ ഒരു ലോജിക്കില്ല എന്നുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എന്തോ കഥയാണോ കാര്യമാണോ എന്നറിയില്ല. എന്തായാലും ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം സംതൃപ്തരാണ് എന്ന് പറയുന്നു. പിന്നെ നിങ്ങൾ പറഞ്ഞൊരു പോയിന്റ് ശരിയാണ്. ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് അകൽച്ച കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം നമ്മൾ കൊണ്ടുപോയി എന്താ വേറെ രീതിയിലാണ് ചിന്തിക്കുന്നത്. ഓ ഇവനതല്ല മറ്റേതാണെന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയൊന്നും ആകണമെന്നില്ല. ആ പുരുഷൻ അങ്ങേരുടേതായിട്ടുള്ള 100 കണക്കിന് വേറെ കാരണങ്ങൾ കാണാം എന്ന് പറഞ്ഞൊരു പോയിന്റ് കറക്റ്റാണ്. ഇങ്ങനെയുള്ള ധാരാളം കഥകൾ വരാറുണ്ട്. അപ്പോൾ അതിൽ ആ സ്ത്രീകളും ചിന്തിക്കണം, ഭർത്താവ് ഇങ്ങനെയാകണം നിർബന്ധമില്ല, മറുപടി കൊടുക്കുന്നവരിങ്ങനെ ചിന്തിക്കണം. ഇത് മാത്രം ആകണമെന്നില്ല, മറ്റു പല കാര്യങ്ങളും ഹിഡൻ കാര്യങ്ങളും അവരുടെ ജീവിതത്തിൽ കാണാം. അതുകൊണ്ടായിരിക്കാം ആ പുരുഷന്മാരങ്ങനെ പെരുമാറുന്നത് എന്നുകൂടി ചിന്തിച്ച് വേണം മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ ആ പ്രശ്നം ഒന്ന് സോൾവ് ചെയ്യാൻ ശ്രമിക്കാനും.